എല്ലാ മാന്യ വ്യക്തികൾക്കും വളരെ നന്ദി ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയതിൽ. പ്രൊഡ്യൂസർ ഞാനും തമ്മിൽ 19 വർഷത്തെ ബന്ധവും ശരിക്കും ഒരു ബ്രദർ ആ ബന്ധം തന്നെയാണ്. പ്രൊഡ്യൂസറുടെ ആദ്യത്തെ മെഗാപരമ്പര അമ്മേ ദേവി എന്ന് പറയുന്ന ഒരു സീരിയലാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത്. സൂര്യ ടി വിയിൽ 2006-7. ശരിക്കും പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് എൻ്റെ പേര് വന്നത് പുള്ളിക്കാരൻ ചെയ്ത സീരിയലാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. കൈയടി കൊടുക്കാം. അപ്പോൾ കസ്തൂരിമാൻ ടൈമിന് വളരെ ചുരുക്കി പറയാം. കസ്തൂരിമാൻ ടൈമിന് ഞാൻ 2-3 സിനിമ സംവിധാനം ചെയ്ത ഒരാളാണ് തിരക്കഥയിൽ. ആ സമയത്ത് ഞാൻ സ്കൂൾ ഡയറി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സെറ്റിൽ ചിത്രഗിരി പോകുമ്പോൾ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ എന്ന് എൻ്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എഴുതണം സീരിയൽ വീണ്ടും. അത് നിങ്ങൾ സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ എന്നോടൊപ്പം വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു 2-3 ഞാൻ ചാച്ചാജി എന്നൊരു സിനിമ കഴിഞ്ഞു. അപ്പോൾ അമ്മ ദൈവം ഞങ്ങളോടുള്ള ഞങ്ങൾ പ്രിയപ്പെട്ട പ്രസാദൻ്റെ അടുത്ത് ഞാൻ വീട്ടിൽ പോയി സംസാരിച്ചു. ചേട്ടാ എനിക്ക് കോവിഡൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണ്, അപ്പോൾ ഞാൻ ക്ഷമയോടെ നിന്ന് ചെയ്തോളാം, നമുക്ക് സിനിമയൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ വിളിക്കുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞു 1 ലൈൻ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലുപരി രതീഷ് മാഷ് എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. ഇന്നും ഞങ്ങൾ ആ 3 വർഷം കൊണ്ട് ഒരേ തൂവൽ പക്ഷികളെ പോലെ ഒരു പ്രശ്നങ്ങളില്ലാതെ പരസ്പരം സന്തോഷത്തോടെ പോകുന്നു. ഇതിൻ്റെ എല്ലാം ബ്രെയിൻ എന്ന് പറയുന്നത് രതീഷ് മാഷാണ്. കഥ എവിടെ സ്ട്രക്കായാലും എന്തൊക്കെയോ കണ്ടുപിടിച്ച് ഭയങ്കര സംഭവമാണ്. ഒരിക്കലും അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ സഹോദരനായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പറഞ്ഞാൽ ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പോൾ ക്യാമറാമാൻ ഷാജിയായാലും ഒക്കെ പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ എല്ലാത്തിലും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് അജയ് മോദൻ സർ. ആശംസകൾ ഒരിക്കൽ കൂടി. പ്രിയപ്പെട്ടവരെ,